എല്ലാവർക്കും ഇന്നർലൈറ്റ് ചാനലിൻ്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. ഏറ്റവും ചുരുങ്ങിയത് 3000 വർഷത്തിന് മുകളിലെങ്കിലും പഴക്കമുള്ള ചില ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അപൂർവമായ ചില അറിവുകളെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇത് കേൾക്കുന്ന പലർക്കും ഇത് അവിശ്വസനീയമായോ കെട്ടുകഥകളായോ ഒക്കെ തോന്നിയേക്കാം. എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുകയോ മനസ്സിലാക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യാതെ ആ കാലഘട്ടത്തിലായാലും ഈ കാലത്തായാലും ആരും ഗ്രന്ഥമൊന്നും രചിച്ച് ഇത്തരം കാര്യങ്ങൾ എഴുതി വെക്കാറില്ല. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഈ വരുന്ന 2024 മെയ് മാസത്തോടുകൂടി വ്യാഴത്തിൻ്റെ രാശിമാറ്റം നടക്കുന്നുണ്ട്. പൊതുവെ ഒട്ടുമിക്ക നക്ഷത്രക്കാർക്കും ഗുണകരമാകുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം എന്നാണ് കണക്കുകൂട്ടൽ. ഇതിനെക്കുറിച്ച് ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ ഈ വ്യാഴമാറ്റം നടക്കുന്ന മെയ് മാസത്തിൽ ഭൂമിയും വ്യാഴവും തമ്മിലുള്ള ദൂരം, അന്നത്തെ ദൂരം 89 കോടി കിലോമീറ്റർ ആണെന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യാഴമാറ്റം ഉണ്ടാകുന്ന സമയത്ത് വ്യാഴം ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യാഴം സൂര്യനെ ചുറ്റുന്ന വേഗത ഏകദേശം 400 കിലോമീറ്ററിനടുത്തും ഒരു വർഷം കഴിഞ്ഞ് ഇടവൻ രാശിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വേഗത 800 കിലോമീറ്ററിനടുത്താണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അതായത് ഇടവം രാശിയിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗത ശരാശരി 700-750 കിലോമീറ്ററിനടുത്താണ് എന്ന് സാരം. സ്വാഭാവികമായും ആധുനിക ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് എന്നറിയാൻ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് പരിശോധിക്കും. അതിന് പ്രകാരം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഫെബ്രുവരി 10-ാം തീയതി ഭൂമിയും വ്യാഴവും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത് 75 കോടി ചില്ലാനം കിലോമീറ്റേഴ്സാണ്. ഇനി 3 മാസം കൂടി വ്യാഴം സഞ്ചരിച്ച് വേണം ഇടവം രാശിയിലേക്ക് മെയ് മാസത്തിൽ എത്താനായിട്ട്. അപ്പോഴേക്കും ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ള 89 കോടിയിലേക്ക് എത്തും എന്ന് അനുമാനിക്കാം. അതുപോലെ വ്യാഴം സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന വേഗതയെപ്പറ്റി പറയുന്നത് 47,000 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അതായത് മിനിറ്റിൽ ഏകദേശം 780 കിലോമീറ്റർ. പുരാതനമായ കണ്ടെത്തലുകളും ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളും തമ്മിൽ ഏതാനും അക്കങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു ടെലിസ്കോപ്പ് പോലും കണ്ടെത്തിയിട്ടില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഉയർന്ന കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ അവർ നടത്തി എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ പൂർവികർ എങ്ങനെയാണ് ഇത്രയും ഉയർന്ന ഭൗതിക നിലവാരം നേടിയെടുത്തത്? എന്ത് മാർഗങ്ങളാണ് അവർ അവലംബിച്ചിരുന്നത്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നർലൈറ്റ് ചാനലിൻ്റെ പഠന വിഷയം. എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുകയോ താരതമ്യം ചെയ്യുകയോ ഒന്നും ഈ ചാനലിൻ്റെ ലക്ഷ്യങ്ങളല്ല. നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. സിദ്ധ പരമ്പരകൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളെയും കുറിച്ചാണ് ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള സിദ്ധന്മാരുടെ ഒരു പരീക്ഷണമാണ് മൃത കുത്തപ്പൻ പ്രയോഗ്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് അർത്ഥം. മൃതസഞ്ജീവനി വിദ്യ എന്നും അറിയപ്പെടുന്നു. അതായത് മരിച്ചു പോയ ഒരാളെ ജീവിച്ചിരിക്കുന്ന ഒരാളെ പോലെ നടക്കാനും സംസാരിക്കാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്ന വിദ്യയായിട്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഇത് അസാധ്യവും അന്ധവിശ്വാസവുമാണെന്ന് തോന്നുമെങ്കിലും തന്ത്രഗ്രന്ഥങ്ങളും സിദ്ധമാർഗത്തിലെ ഗ്രന്ഥങ്ങളും ഈ വസ്തുതയെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രാചീനമായ വിജ്ഞാന സമ്പ്രദായം ഏതാണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇവയെപ്പറ്റി ഇനി പഠനം നടത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. കൂടുതൽ ആധികാരികമായ അറിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ മൃത കുത്തപ്പൻ പ്രയോഗിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഈ പരമ്പരയിലൂടെ തന്നെ ശ്രമിക്കുന്നതാണ്. സിദ്ധന്മാരുടെ മറ്റൊരു പ്രധാന കണ്ടുപിടുത്തം സിദ്ധ ആൽക്കമി എന്നറിയപ്പെടുന്ന രസവാദമാണ്. ദീർഘായുസ്സിനും ആത്മീയ പരിണാമത്തിനും വേണ്ടിയുള്ള അമൃതങ്ങളും ഔഷധങ്ങളും സൃഷ്ടിക്കാനും ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായി മാറ്റിയെടുക്കാനും വിഷവസ്തുക്കളിൽ നിന്ന് ഔഷധങ്ങൾ നിർമ്മിക്കാനും അടിസ്ഥാന ലോഹങ്ങളെ സ്വർണം, വെള്ളി പോലുള്ള വിലയേറിയ ലോഹങ്ങളാക്കി മാറ്റുന്നതിനും വേണ്ടിയാണ് സിദ്ധന്മാർ രസവാദം പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. സിദ്ധരസവാദത്തിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളെയും നിരീക്ഷണങ്ങളെയും കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഇന്ന് ലഭ്യമായിരിക്കുന്ന പ്രധാന പുസ്തകങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അഗസ്ത്യ സിദ്ധർ എഴുതിയ വൈദ്യസികമണി, ചെന്തൂരം 300, മണി 400, ശിവജലം, ശക്തിജാലം മുതലായവ. അതുപോലെ സിദ്ധ ഭോഗരാൽ രചിക്കപ്പെട്ട സപ്തകാണ്ഡം, ഭോഗർ 7000 എന്നീ ഗ്രന്ഥങ്ങൾ. കൊങ്കണവർ സിദ്ധർ രചിച്ച 40-ലധികം കൃതികളിൽ ജീവന്റെ രസതന്ത്രവും അമൃതവുമായ മുപ്പിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്.
ഇടയ്ക്കാടർ സിദ്ധരും ചട്ടമുനി സിദ്ധരും കായകൽപ്പം, രസവാദം എന്നിവയെക്കുറിച്ചുള്ള നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ജലം, തീ, ഭൂമി, വായു എന്നീ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സിദ്ധ ആൽക്കമി അഥവാ രസവാദം. ഇത് ഒരു വസ്തുവിൻ്റെ പരിവർത്തനത്തിനെക്കുറിച്ചുള്ള പഠനമാണ്. സിദ്ധശാസ്ത്രപ്രകാരം നിരവധി ദിവ്യ ഗുണങ്ങളുള്ള വസ്തുവാണ് മെർക്കുറി അഥവാ രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന രസമണികൾ. അർദ്ധദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന മാരകമായ വിഷമാണ് മെർക്കുറി. സിദ്ധ ആൽക്കമിയും സിദ്ധ താന്ത്രിക ഭാഷയും അനുസരിച്ച് മെർക്കുറി എന്നത് പുരുഷൻ അഥവാ ശിവന്റെ ദിവ്യബോധമുള്ള ഊർജം അടങ്ങിയ ശിവധാതു എന്ന വസ്തുവിൻ്റെ പ്രതീകമാണ്. മെർക്കുറി ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമായ സൾഫർ സ്ത്രീ ശക്തി അല്ലെങ്കിൽ ശിവന്റെ ഭാര്യയായ ഗൗരിയുടെ പ്രതീകവുമാണ്. ഇത്തരം രസവാദ പ്രക്രിയയിൽ പദാർത്ഥങ്ങളുടെ വിഷസ്വഭാവം മാറി ചികിത്സയ്ക്കും ആത്മീയ ഗുണങ്ങൾക്കുമുള്ള ശക്തമായ ഒരു പുതിയ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ രസവാദ പ്രക്രിയയിൽ മെർക്കുറിയെ വിവിധ ആവശ്യങ്ങൾക്കും വിവിധ ഗുണങ്ങൾ ലഭിക്കുന്നതിനുമായി 2, 4, 8 തുടങ്ങി 108 തവണ വരെ ശുദ്ധീകരണം നടത്താറുണ്ട്. ഈ ശുദ്ധീകരണത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ മെർക്കുറി ഉയർന്ന അളവിലുള്ള ഊർജ്ജസ്വലമായ ചില ഗുണങ്ങൾ സ്വന്തമാക്കാൻ തുടങ്ങും. ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുന്ന മെർക്കുറിയെ പാദരസം എന്ന് വിളിക്കുകയും ഈ പാദരസം ഉപയോഗിച്ചുകൊണ്ട് നിരവധി രോഗങ്ങളെ ചികിത്സിക്കുന്നതിനും ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ദീർഘായുസ് ലഭിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സിദ്ധന്മാരാകട്ടെ ഈ മെർക്കുറിയിൽ നിന്ന് ശിവലിംഗം കൊത്തിയെടുത്ത് രസലിംഗം എന്ന പേരിൽ ഉപയോഗിക്കാറുണ്ട്. ഉയർന്ന തോതിലുള്ള ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞ ഈ രസലിംഗത്തിന് നിരവധി ദിവ്യ ഗുണങ്ങൾ ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു. സിദ്ധന്മാർ ഈ രസമണി ഉപയോഗിച്ചുകൊണ്ട് ആകാശഗമനം, അപ്രത്യക്ഷമാകൽ, രോഗശാന്തി നൽകൽ തുടങ്ങിയ അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ടെന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ആധുനിക ശാസ്ത്രം മെർക്കുറി അമാൽഗം വികസിപ്പിക്കുന്നത് ലോഹ സംയുക്തങ്ങൾ ഉപയോഗിച്ചാണ്. എന്നാൽ സിദ്ധ ആൽക്കമിയിൽ ചില ഔഷധ സസ്യങ്ങളും മറ്റ് ചില ഔഷധ പദാർത്ഥങ്ങളും പച്ചില നീരും ഉപയോഗിച്ച് തയ്യാറാക്കിയ ദ്രാവകത്തിൽ മുക്കി മെർക്കുറിയെ ദൃഢമാക്കുകയും ഒരു നിശ്ചിത സമയത്തേക്ക് നിഴൽ വെളിച്ചത്തിൽ ഉണക്കിയെടുത്തുമാണ് മെർക്കുറിയെ ദൃഢമാക്കുന്നത്. സിദ്ധരസവാദത്തിൻ്റെ മറ്റൊരു പ്രധാന കണ്ടുപിടുത്തമായിരുന്നു പല ലോഹങ്ങളെയും സ്വർണം, വെള്ളി പോലെയുള്ള വിലയേറിയ ലോഹങ്ങളാക്കി മാറ്റുന്ന വിദ്യ. കുറഞ്ഞ തന്മാത്രാ മൂല്യമുള്ള ലോഹങ്ങളെയാണ്, ഉദാഹരണം ലെഡ് പോലെയുള്ള ലോഹങ്ങളെയാണ് ഇതിനു വേണ്ടി കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ മാറ്റുന്നതിനായി ആ ലോഹത്തിൻ്റെ ആറ്റോമിക് നമ്പർ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടി പ്രസ്തുത ലോഹത്തിനെ പ്രത്യേക ഔഷധക്കൂട്ടുകളും പച്ചിലക്കൂട്ടുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക ക്രമത്തിൽ ചൂടാക്കുകയും തണുപ്പിക്കുകയുമൊക്കെ ചെയ്യുകയും പ്രസ്തുത ലോഹങ്ങളെ ചന്ദ്രം, വെള്ള, ലവണങ്ങൾ എന്നീ ഔഷധക്കൂട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മെറ്റാലിക് നാനോ കണികകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സിദ്ധന്മാർ ഇത്തരം ശുദ്ധീകരണ പ്രക്രിയകളെ എല്ലാം തന്നെ കോഡ് ചെയ്ത തമിഴ് കാവ്യ രൂപത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹായോഗിയായിരുന്ന സിദ്ധഭോഗർ ഭാവിയിൽ മനുഷ്യർ വലിയ തോതിലുള്ള മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹത്തിനുള്ള അറിവ് ഉപയോഗിച്ച് 4448 അപൂർവ ഔഷധങ്ങൾ ഉപയോഗിച്ച് 9 വിഷമരുന്നുകൾ ഉണ്ടാക്കി. ഈ 9 വിഷങ്ങളും കൂട്ടിച്ചേർത്ത് എല്ലാ രോഗങ്ങളും ഭേദമാക്കാൻ കഴിവുള്ള ഒരു മരുന്ന്, ഒരു മാസ്റ്റർ മെഡിസിൻ എന്ന രീതിയിലാണ് പഴനി ക്ഷേത്രത്തിലെ മുരുകൻ വിഗ്രഹം അദ്ദേഹം സൃഷ്ടിച്ചത്. ഈ പഴനി മുരുകൻ്റെ നവപാഷാണ വിഗ്രഹത്തിൽ നിന്ന് മരുന്ന് വേർതിരിച്ചെടുക്കാൻ സിദ്ധഭോഗർ കണ്ടുപിടിച്ച മാർഗമാണ് ഈ വിഗ്രഹത്തിൽ പാലോ പഞ്ചാമൃതമോ ഒഴിക്കുക എന്നത്. പാലോ പഞ്ചാമൃതമോ ഒഴിച്ചാൽ മാത്രമേ നവപാഷാണ വിഗ്രഹത്തിൽ നിന്ന് മരുന്ന് വേർതിരിച്ച് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് വിഗ്രഹത്തിൽ ചാർത്തിയ പഞ്ചാമൃതം പഴനിയിലെ പ്രസാദമായി മാറിയത്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ കൊല്ലന്മാർ നിർമ്മിച്ചിരുന്ന ആയുധങ്ങൾ ലോക പ്രശസ്തമായിരുന്നു. സിദ്ധന്മാരിൽ നിന്നും രസവാദം പഠിച്ചിരുന്ന അവർ ഭാരം കുറഞ്ഞതും ഒരിക്കലും ഒടിഞ്ഞു പോകാത്തതും ഒരൊറ്റ വെട്ടിന് പട്ടുതൂവാല വരെ മുറിച്ചു കളയാൻ കഴിവുള്ളതുമായ വാളുകൾ നിർമ്മിച്ചിരുന്നു. പുരാതന കാലം മുതൽ ബ്രിട്ടീഷുകാർ വരെ ഈ രഹസ്യമറിയാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതിൻ്റെ കൂട്ടുകളും പ്രക്രിയകളും കോഡ് രൂപത്തിലും കാവ്യരൂപത്തിലുമൊക്കെ ആയതിനാൽ ഇന്നും ഇവയൊക്കെ രഹസ്യമായി തന്നെ നിൽക്കുന്നു.
ഇങ്ങനെ സമസ്ത മേഖലകളിലും സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ് സിദ്ധ പരമ്പരകൾ. ആത്മീയ ഉന്നതിക്കൊപ്പം തന്നെ ഭൗതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിയ പ്രായോഗിക മതികളായിരുന്നു സിദ്ധ പരമ്പരകൾ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അറിവുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.